ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മീനില്ലാതെ ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതേ ഒരു ഫീല് കിട്ടുന്ന ഒരൈറ്റം നമുക്ക് തയ്യാറാക്കാം. ഇതിനു വേണ്ടി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വൈറൽ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മസാലകളാണ് ഇതിനും ചേർത്ത് കൊടുക്കുന്നത്. പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ചതച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതും കറിവേപ്പിലയും ഇട്ട് ഈ മസാലകളെല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വരുന്നിടം വരെ നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. പുളി നമുക്ക് ആവശ്യമനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ്. മസാലയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് ഒന്നുകൂടി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. മസാലയൊക്കെ ഏകദേശം വഴന്നു വരുന്നുണ്ട്. അപ്പം നമ്മളിതിന് ചേർക്കുന്ന ആ ഒരൈറ്റം അതിന് വേകാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും ഒഴിച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ്, 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ്. ഇത് അതിൻ്റെ അളവും നമ്മുടെ എരി അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ആ ഐറ്റവും ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീനിൻ്റെ അതേ രുചി പോലെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഐറ്റമാണ് ഏത്തക്കായ കനം കുറച്ച് അരിഞ്ഞത്. ഒത്തിരി കനം കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. ഞാനിവിടെ ഒരു ഏത്തയ്ക്ക ഒരു 6 സ്ലൈസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മസാലയിലൊന്ന് കോട്ട് ചെയ്ത് അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വേവനുസരിച്ച് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്കല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ഇത് തുറന്ന് നോക്കണം, കാരണം അടിക്ക് പിടിക്കാതെ ഇത് ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിളക്കി ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിലൊന്ന് മൂത്ത് കോട്ടായി കിട്ടുന്നിടം വരെ ഇതൊന്ന് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. വെജിറ്റേറിയൻ ആയവർക്ക് ഒരു നോൺ വെജിൻ്റെ അതേ ഒരു ഫീല് കിട്ടും. നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പവുമാണ്, ഒരു വെറൈറ്റി ഐറ്റമാണ്. അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓളെന്നുള്ള ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് നമ്മുടെ മസാലയൊക്കെ ഒന്ന് വറ്റി ഇതിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നുണ്ട്. എല്ലാം കൂടെ ഒരു 10-15 മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ. ചൂടോടുകൂടി നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ നമ്മുടെ ഐറ്റം എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.